ഹലോ, നമുക്കിന്ന് തീയൽ കറി വയ്ക്കാം. അതിനുവേണ്ടി കുറച്ച് ചെറിയ ഉള്ളി, 2 വഴുതനങ്ങ, അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യണം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഉള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വേണ്ടി വയ്ക്കണം. തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. അതിനുശേഷം നമുക്ക് തീ തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കണം നല്ലതായിട്ട്. അതിന് ശേഷം കുറച്ച് തേങ്ങ എടുക്കണം. കറിക്ക് ആവശ്യമുള്ള തേങ്ങ എടുത്ത് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കതിനെ നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റണം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വഴറ്റണം. കൈയെടുക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ തീയൽ വേണ്ട മലക്കറി ഒന്ന് ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വെച്ച് വേണം ഇനി വേവിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയും വഴറ്റി കൊടുക്കണം. ബ്രൗൺ നിറമാവുന്നത് വരെ ശകലം കൂടെ വേണം. നല്ലവണ്ണം എല്ലാം ഒരുവിധം നല്ല ബ്രൗൺ കളറാകുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി അതിൽ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ഈ ഇറക്കി വെച്ച ആ തേങ്ങയിൽ കൂടെ ഇട്ട് നമ്മൾ ആ ചൂടിലിരുന്ന് പിന്നെ അതൊന്ന് മിക്സാക്കണം. അതിനുശേഷം നമ്മുടെ ജാറെടുത്ത് ഈ തേങ്ങയും അതിലിട്ടതിന് ശേഷം ചെറിയ ഒരു പകുതി പീസ് വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളിയും ഈ ജീരകവും തേങ്ങയും എല്ലാം കൂടെ നമ്മൾ നല്ലതായിട്ട് അരച്ചെടുക്കണം. ഈ നമ്മൾ അടുപ്പിൽ വേവിക്കാൻ വെച്ചത് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഇത്രയും വേവണം. ഇനി നമുക്കിനി അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം നല്ലതായിട്ട് അതിനെ ഉടച്ചെടുക്കണം. തവി വെച്ച് തന്നെ നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഈ പരുവം വേവണം. നല്ലതായിട്ട് ഉടച്ചെടുക്കണം. ഇനി കുറച്ച് പുളി, ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പമുള്ള പുളി നമ്മൾ വെള്ളത്തിലിട്ട്, വാളൻ പുളി തന്നെയാണ്, നല്ലതായിട്ട് അതിനെ പിഴിഞ്ഞെടുക്കണം. ഇനി നമ്മുടെ ഈ നല്ലതായിട്ട് ഉടച്ച് വെച്ചിരിക്കുന്ന ആ മിക്സിലേക്ക് ഈ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് പുളിവെള്ളം എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടത്തക്ക വിധം നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഉണ്ടല്ലോ, അതിനെ ഇതിലേക്ക് ഇടണം. ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിൽ കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആവശ്യമുള്ള മസാല ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി അടുത്ത് നമുക്ക് മല്ലിപ്പൊടിയാണ് വേണ്ടത്. മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അടുത്ത് നമുക്ക് അതിനാവശ്യമുള്ള മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയും അതുപോലെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി മതി. നമ്മുടെ ആവശ്യത്തിന് എരി അനുസരിച്ചാണ്. എരി ആവശ്യമുള്ളവർ കൂടുതലായിട്ട് മുളക് പൊടി ചേർക്കണം.
ഞാനിപ്പോൾ ഇവിടെ 2.5 ടേബിൾ സ്പൂണാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ മസാലയും നമ്മുടെ ഈ കറിയിലോട്ട് ചേരത്തക്ക വിധം മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നോക്കിക്കൊള്ളണം. ഈ സമയത്ത് പുളിവെള്ളമെല്ലാം ചേർത്തതാണല്ലോ, അപ്പോൾ നമ്മൾ ഇനി അത് നോക്കണം. ഇനി നമുക്കിതിനെ കലക്കി ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കണം, ഹൈ ഫ്ലെയിമിൽ വെച്ച്. തിളച്ച് വരുന്നുണ്ട്. ഇത് തിളച്ച് പൊങ്ങിക്കളയും. അതിന് നമ്മളിവിടെ അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. പൊങ്ങി കളയാതെ കറക്റ്റായിട്ട് നമ്മൾ നോക്കി അതിന് തിളച്ച്. ഇനി നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ഇനി കുറച്ച് നേരം അത് തിളയ്ക്കണം. തിളച്ച് നല്ല മസാലയെല്ലാം നല്ല പാകമായിട്ട് വരണം. ഇനി ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നല്ലതായിട്ട് തിളച്ച് കുറുക്കി വരണം. ഇനി നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടി നമുക്കിനി ഇതിലിനി താളിച്ചൊഴിക്കണം. അതിന് വേണ്ടി നമുക്ക് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് 1/4 ടീസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് കരിവേപ്പില, അത് നമ്മൾ താളിച്ച് ആ കറിയുടെ പുറത്ത് തന്നെ ഒഴിച്ച് വയ്ക്കണം. എന്നിട്ട് വിളമ്പാം.